Hi students, welcome to our physics class. നമ്മൾ ഇന്ന് +1ന്റെ ആദ്യത്തെ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആൻഡ് ദ ടോപ്പിക് നെയിം ഈസ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്താണ്? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. സോ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ്. എൻ്റെ പേര് ആശ. യു ആർ ആശ ടീച്ചർ. ഓക്കെ, സോ ലെറ്റ് us start our chapter. നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നുള്ളൊരു ടേമിൽ നിന്നാണ്. സോ വി ആർ ഡിസ്കസിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചാൽ, സപ്പോസ് എനിക്ക് എൻ്റെ ഈ പെന്നിൻ്റെ ലെങ്ത് ഒന്ന് മെഷർ ചെയ്യണം. ദിസ് ഇസ് മൈ സ്റ്റൈലസ്. ഓക്കെ, ടാബിൽ എഴുതുന്നതുകൊണ്ട് ഇതെൻ്റെ സ്റ്റൈലസ് ആണ്. സോ എനിക്ക് എൻ്റെ പെന്നിൻ്റെ ലെങ്ത് ഒന്ന് മെഷർ ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റൈലസിൻ്റെ ലെങ്ത് ഒന്ന് മെഷർ ചെയ്യണം. സോ ഹൗ ക്യാൻ യു മെഷർ ദിസ് ലെങ്ത്? ഈ ലെങ്ത് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? നമുക്കറിയാം, ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാം. അപ്പം നമുക്ക് എന്ത് പറയാം? ലെങ്ത് ഓഫ് ദിസ് പെൻ എന്താണ്? ക്യാൻ ബി മെഷേർഡ് ബൈ ആൻ ഇൻസ്ട്രുമെൻറ്റ്. ഈ പെന്നിൻ്റെ ലെങ്ത് എനിക്കൊരു ഇൻസ്ട്രുമെൻറ്റ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റും, ശരിയല്ലേ? ഓക്കെ, ആൻഡ് such a quantity which can be measured by using an instrument is called as a physical quantity. Okay, അപ്പം എന്താണ് physical quantity? Any quantity that can be measured by using an instrument. ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സംടൈംസ് ഒരു ഇൻസ്ട്രുമെന്റ് കിട്ടിയില്ലെങ്കിൽ some techniques, ചില ടെക്നിക്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചോ ടെക്നിക്സ് വെച്ചോ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഓക്കെ, സോ വാട്ട് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? എന്താ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ, എനി ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ യൂസിങ് ആൻ ഇൻസ്ട്രുമെന്റ്. ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് മെഷർ ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ടൈം. എനിക്ക് സമയം അറിയണം, നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വാച്ച് നോക്കും, അല്ലെങ്കിൽ ഒരു ക്ലോക്ക് നോക്കും. ഓക്കെ, ദെൻ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ടൈം. ക്ലിയർ? വാട്ട് ഈസ് ദ മാസ് ഓഫ് എ ബോഡി? ഒരു ബോഡിയുടെ മാസ് നമുക്ക് മെഷർ ചെയ്യണം. എങ്ങനെയാണ്? സ്പ്രിംഗ് ബാലൻസ്, ബീം ബാലൻസ് എന്നൊക്കെ പറയുന്ന കുറേ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബോഡിയുടെ മാസ് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വാട്ട് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഓൾ ദീസ് ഏതൊക്കെയാ? ലെങ്ത് പറഞ്ഞു, മാസ് പറഞ്ഞു, ടൈം പറഞ്ഞു, ഒരു ബോഡി ട്രാവൽ ചെയ്യുന്ന സ്പീഡ്, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഒരു ബോഡിക്ക് വേണ്ടി ചെയ്യുന്ന വർക്ക്, ഒരു ബോഡിയുടെ പവർ. all of these are physical quantities because all these quantities can be measured by using an instrument. Okay, so what is a physical quantity? നമ്മളൊരു physical quantity എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? Any quantity that can be measured by using an instrument is called as a physical quantity. Clear? Any quantity that can be measured by using an instrument is called as a physical quantity. Okay, now a physical quantity contains a numerical value and a unit. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, അവിടെ ഒരു എക്സാമ്പിൾ തന്നേക്കുന്ന കണ്ടോ? മാസ് ഇസ് ഈക്വൽ ടു 5 കിലോഗ്രാം. നമ്മൾ എന്ത് പറഞ്ഞു? മാസ് ഇസ് ഈക്വൽ ടു 5 കിലോഗ്രാം. ഒരു ബോഡിയുടെ മാസ് 5 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ആ 5 റെപ്രസെൻറ്റ്സ് ദ ന്യൂമറിക്കൽ വാല്യൂ. അതിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ട് മാസ് എന്ന് കാണിച്ചത് 5ഉം, കിലോഗ്രാം റെപ്രസെൻറ്റ്സ്, അതിനകത്ത് ആ കിലോഗ്രാം ഉണ്ടല്ലോ, കിലോഗ്രാം റെപ്രസെൻറ്റ്സ് ദ യൂണിറ്റ്. അപ്പോൾ മാസ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ എടുത്തു? ഒരു ന്യൂമറിക്കൽ വാല്യൂം എടുത്ത്, ഒരു യൂണിറ്റും എടുത്തു, ആണല്ലോ. സിമിലർലി ഫോഴ്സ് F is equal to 10 ന്യൂട്ടൺ. നമ്മൾ എന്തെടുത്തു? ഒരു ബോഡിയിൽ ആക്ട് ചെയ്ത ഫോഴ്സ് 10 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞു. There 10 represents the numerical value and unit represents the Newton. ന്യൂട്ടൺ റെപ്രസെൻറ്റ്സ് ദി യൂണിറ്റ്. ഓക്കെ, ന്യൂട്ടൺ ആണ് അവിടെ എന്ത്? യൂണിറ്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും എന്തുണ്ട്? ഒരു ന്യൂമറിക്കൽ വാല്യൂം കാണും, ഒരു യൂണിറ്റും കാണും. ക്ലിയർ? ഇനി വാട്ട് ഇസ് ദ ടൈം നൗ? ടൈം t is equal to 10 seconds. ഞാൻ എഴുതുവാണ് ടൈം t is equal to 10 seconds. അങ്ങനെ എഴുതിയാൽ 10 is the numerical value of the time and seconds is the unit of the time. Clear? സോ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും നമ്മൾ ഒരു ന്യൂമറിക്കൽ വാല്യൂ, ഒരു യൂണിറ്റ് യൂസ് ചെയ്താണ് പറയുന്നത്. Clear? So what is a physical quantity? Any quantity that can be measured by using an instrument is called as a physical quantity, and a physical quantity always contains a numerical value and always, most probably, there is a unit also. Okay, now there are different types of physical quantities.
പല തരത്തിൽ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറയും. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ആസ് ദ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. The second is called as the derived physical quantity, and the third one is called as the supplementary physical quantity. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? We have classified physical quantity into 3: fundamental physical quantity, derived physical quantity, and also supplementary physical quantity. Clear? Fundamental, derived, supplementary. ഇനി ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണ്ടേ? സോ വി ആർ ഗോയിങ് ടു വൺ ബൈ വൺ ടു ഓൾ. ഓക്കെ, അപ്പം നമുക്ക് അടുത്തത് നോക്കാം. ഫസ്റ്റ് വൺ, ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. സോ വാട്ട് ഈസ് എ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി? ആ പേരിൽ തന്നില്ലേ വാട്ട് ഈസ് എ ഫണ്ടമെന്റൽ ഫിസിക്കൽ? ഫണ്ടമെന്റൽ മീൻസ് ബേസിക്. അവർക്ക് മറ്റുള്ളവരുമായിട്ട് യാതൊരു ഡിപ്പെൻഡൻസും ഇല്ല, മറ്റുള്ളവരെ ആശ്രയിക്കത്തില്ല. എ ക്വാണ്ടിറ്റി വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ അതർ ക്വാണ്ടിറ്റി. മറ്റൊരു ക്വാണ്ടിറ്റിയുടെ സഹായമില്ലാതെ ഒരു ക്വാണ്ടിറ്റി എനിക്ക് മെഷർ ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ആസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. സോ വാട്ട് ഈസ് എ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി? എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ എനി അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. മറ്റൊരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റീസിന് പറയുന്ന പേരാണെന്ത്? ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമുക്കൊന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഐ ആം ടേക്കിംഗ് ദ ലെങ്ത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ബോഡിയുടെ ലെങ്ത് നമ്മൾ എടുക്കുക, ഒരു ബോഡിയുടെ ലെങ്ത് എടുക്കുക. ഓക്കെ, എനിക്ക് എൻ്റെ പെൻ അല്ലെങ്കിൽ സ്റ്റൈലസിൻ്റെ ലെങ്ത് വേണം. സോ ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വെദർ മാസ് ഇസ് റിക്വയർഡ്, ഇതിൻ്റെ മാസ് നമുക്ക് ആവശ്യമുണ്ടോ? ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ആദ്യമേ മാസ് നോക്കി അളന്നെടുത്തിട്ടാണോ ലെങ്ത് കണ്ടുപിടിക്കേണ്ടേ? നോട്ട് അറ്റ് ഓൾ, വേണ്ടേ വേണ്ട. ശരിയല്ലേ? നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു സ്കെയിൽ മതി. അപ്പം ലെങ്ത് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ അതർ ക്വാണ്ടിറ്റീസ്. സോ വി ക്യാൻ സേ ലെങ്ത് is a physical quantity which is fundamental, which do not depends on other physical quantity. Clear? Next example, നമുക്കൊരു ബോഡിയുടെ മാസ് ഒന്ന് നോക്കാം. ഒരു ബോഡിയുടെ മാസ്. വാട്ട് അബൌട്ട് ദ മാസ് ഓഫ് ദിസ് പെൻ? ഈ പെന്നിൻ്റെ, ഈ സ്റ്റൈലസിൻ്റെ മാസ് എന്താ എന്ന് ചോദിച്ചാൽ ആദ്യം അതിൻ്റെ ലെങ്ത് അളന്ന് നോക്കിയിട്ട് വേണോ മാസ് കണ്ടുപിടിക്കാൻ? നോട്ട് അറ്റ് ഓൾ. നമുക്ക് മാസ് കണ്ടുപിടിക്കാൻ ലെങ്ത് വേണ്ട. സമയം നോക്കിയിട്ടാണോ ഇതിൻ്റെ മാസ് നോക്കണ്ടേ? മറ്റേതെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റി അറിയണോ ഇതിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ? നോ. ദാറ്റ് ഈസ് മാസ് കണ്ടുപിടിക്കാൻ ഒരു ഇൻസ്ട്രുമെൻറ്റ് മാത്രം നമുക്ക് മതി. ദാറ്റ് ഈസ് മാസ് ഈസ് ഓൾസോ എ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ അതർ ക്വാണ്ടിറ്റീസ്. ക്ലിയർ? നൗ മേ ഐ ടേക്ക് ടൈം. നമുക്ക് ടൈം എടുക്കാം. വാട്ട് ഈസ് ദ ടൈം നൗ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വാച്ച് നോക്കും, അല്ലെങ്കിൽ ക്ലോക്ക് നോക്കും, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് നോക്കും. ശരിയല്ലേ? ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മാസ് അളന്ന് നോക്കണോ വാട്ട് ഈസ് ദ ടൈം എന്നറിയാൻ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ വാച്ച് എന്നറിയണോ? what is the time എന്നറിയാൻ? വേണ്ടല്ലോ. ദാറ്റ് ഈസ് ടൈം ഈസ് ഓൾസോ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ അതർ ക്വാണ്ടിറ്റീസ്. And such a physical quantity which do not depends on other physical quantities is called as a fundamental physical quantity. Clear? So what is a fundamental physical quantity? എന്താ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി? പേര് തന്നെ ഉണ്ട്, ഫണ്ടമെന്റൽ, ആ ബേസിക് ആണ്. അയാൾക്ക് മറ്റൊരാളെയും ഡിപ്പെൻഡ് ചെയ്യണ്ട. ശരിയല്ലേ? എ ക്വാണ്ടിറ്റി വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ അതർ ക്വാണ്ടിറ്റീസ് ഈസ് കോൾഡ് ആസ് എ ഫണ്ടമെന്റൽ. ആൻഡ് വി ഹാവ് ഗോട്ട് ദ എക്സാമ്പിൾ. ലെങ്ത് ഉണ്ട്, മാസ് ഉണ്ട്, ടൈം ഉണ്ട്, എല്ലാം എന്താ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ക്ലിയർ? ഫണ്ടമെന്റൽ എന്താണെന്ന് ക്ലിയർ ആയല്ലോ? ഇഫ് സോ നമുക്ക് അടുത്തയിലോട്ട് പോകാം. നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ഏതായിരുന്നു? ദ സെക്കൻഡ് ടൈപ്പ് ഈസ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. രണ്ടാമത്തെ ടൈപ്പിന്റെ പേരെന്താണ്? ഡിറൈവ്ഡ്. പേരുണ്ട്, ഡിറൈവ്ഡ്. ദേ ആർ ഡിറൈവ്ഡ് ഫ്രം, അവർ മറ്റൊന്നിൽ നിന്ന് ഡിറൈവ് ചെയ്ത് എടുത്തേക്കുക നമ്മൾ. ശരിയല്ലേ? എ ക്വാണ്ടിറ്റി വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തേക്കുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. ആദ്യത്തെ എക്സാമ്പിൾ ഏരിയ തന്നേക്കുന്നുണ്ടോ? സോ വാട്ട് ഈസ് ഏരിയ? ഒരു റെക്റ്റാങ്കുലാർ ഷീറ്റിൻ്റെ ഏരിയ നമുക്ക് നോക്കാം. ഒരു റെക്റ്റാങ്കുലാർ ഷീറ്റിൻ്റെ ഏരിയ. ഓക്കെ, സോ ഹൗ ടു ടേക്ക് ദ ഏരിയ?
ഏരിയ എങ്ങനെ എടുക്കുന്നത്? ഏരിയ ഓഫ് എ റെക്ടാങ്കുലർ ഷീറ്റ് ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. വി വിൽ റൈറ്റ് ഇറ്റ് ആസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ റെക്ടാങ്കുലർ ഷീറ്റ് തന്നാൽ അതിൻ്റെ ലെങ്ത് അറിയാതെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുമോ? അതിൻ്റെ ബ്രെഡ്ത്ത് അറിയാതെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റില്ല. ദാറ്റ് മീൻസ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ആ ഷീറ്റിൻ്റെ ലെങ്തും വേണം ബ്രെഡ്ത്തും വേണം. So, area is derived from the length and the breadth of the sheet. So, it is a derived quantity. നമുക്കൊരു റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം നോക്കാം. The volume of a rectangular block. റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം നമുക്ക് എങ്ങനെ എടുക്കാം? L into B into H. ശരിയല്ലേ? അപ്പം ബ്ലോക്കിൻ്റെ ലെങ്ത് വേണം, ബ്രെഡ്ത്ത് വേണം, ഹൈറ്റ് വേണം. ഇത് മൂന്നും ഇല്ലാതെ നമുക്ക് വോളിയം കിട്ടുമോ? നോട്ട് അറ്റ് ഓൾ. ശരിയല്ലേ? സോ വോളിയം ഇസ് ഓൾസോ എ derived quantity which is derived from fundamental quantities like length. ബ്രെഡ്ത്തും ഒരു ലെങ്താണ്, ഹൈറ്റും ഒരു ലെങ്താണ്. ശരിയല്ലേ? പക്ഷെ അതില്ലാതെ ലെങ്തോ ബ്രെഡ്ത്തോ ഹൈറ്റോ ഇല്ലാതെ എനിക്ക് വോളിയം കണ്ടുപിടിക്കാൻ പറ്റുമോ? വോളിയം ഇസ് ഓൾസോ എ derived quantity. അപ്പം മനസ്സിലായോ വാട്ട് ഇസ് എ derived quantity? അടുത്തത് വെലോസിറ്റി. വി ഹാവ് ടേക്കൺ വെലോസിറ്റി. ഒരു ബോഡിയുടെ വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ പണ്ട് നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ശരിയല്ലേ? സോ വാട്ട് ഈസ് വെലോസിറ്റി? ബോഡി ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ എത്ര സമയം കൊണ്ട് ട്രാവൽ ചെയ്തു. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റും വേണം ടൈമും വേണം, എന്നാലേ ബോഡിയുടെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ വി ക്യാൻ സേ വെലോസിറ്റി ഈസ് ഡിറൈവ്ഡ് ഫ്രം ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ടൈം. വെലോസിറ്റി ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ക്ലിയർ? ഡെൻസിറ്റി. ഒരു ബോഡിയുടെ ഡെൻസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഡെൻസിറ്റി നമ്മൾ ഏത് ഇക്വേഷൻ വെച്ചാൽ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്? വി നോ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അല്ലേ? മാസും അറിയണം, ബോഡിയുടെ വോളിയം അറിയണം. മാസും വോളിയവും ഉണ്ടെങ്കിൽ നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഡെൻസിറ്റി ഈസ് ഡിറൈവ്ഡ് ഫ്രം മാസ് ആൻഡ് വോളിയം. അപ്പം മാസും വോളിയം ഇല്ലാതെ എനിക്ക് ഡെൻസിറ്റി കിട്ടുമോ? ഡെൻസിറ്റി ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ക്ലിയർ? ഇനി എ ലോട്ട് ഓഫ് ക്വാണ്ടിറ്റീസ്. നമ്മുടെ ഫിസിക്സിനകത്ത് നമ്മൾ പഠിക്കുന്ന മിക്ക ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസാണ്. അപ്പോൾ എത്ര ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ടെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ. 1 by 1 നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുന്നതനുസരിച്ച് +1 ഓരോരോ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ചും +2 എൻ്റർ ചെയ്തിട്ട് ഓരോ ചാപ്റ്റർ എടുക്കുന്നതനുസരിച്ച് ന്യൂമറസ് derived quantities we have to study. Okay, 1 by 1 നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യും. Okay, so ഇപ്പം നമ്മൾ എന്തറിഞ്ഞിരുന്നാൽ മതി? What is a derived quantity? So what is a derived quantity? A quantity which is derived from fundamental quantity is called as the derived quantity. And what was fundamental physical quantity? Which do not depends on other quantities. മറ്റുള്ള ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തനിയെ നിൽക്കുന്ന ക്വാണ്ടിറ്റീസിൻ്റെ പേര് ഫണ്ടമെൻ്റൽ എന്നും ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ? മനസ്സിലായി. സോ നൗ വി നോ വാട്ട് ഈസ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് ഓൾസോ വാട്ട് ഈസ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇനി ഒരെണ്ണോടുണ്ടായിരുന്നല്ലോ. വാട്ട് ഈസ് ദ തേർഡ് ടൈപ്പ്? ദ തേർഡ് ടൈപ്പ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ആസ് സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റി. മൂന്നാമത്തെ പേരെന്താ? സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇനി എന്താ സപ്ലിമെൻ്ററി എന്ന് ചോദിച്ചാൽ അത് ഫണ്ടമെൻ്റൽ ആണോ? നോട്ട് അറ്റ് ഓൾ. ഫണ്ടമെൻ്റലുമല്ല, എന്നാൽ ഫണ്ടമെൻ്റലിൽ നിന്ന് ഡിറൈവ് ചെയ്തത് കൊണ്ട് കിട്ടിയതാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. നെയ്തർ ഫണ്ടമെൻ്റൽ നോർ ഡിറൈവ്ഡ്. സോ വാട്ട് ഈസ് എ സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റി? Physical quantity which are neither fundamental. Okay, physical quantity which are neither fundamental nor derived are called as the supplementary physical quantity. ഇനി സപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റിയേ ഉള്ളൂ. അതേതൊക്കെയാ? ഫസ്റ്റ് വൺ ഈസ് പ്ലെയിൻ ആംഗിൾ. ആദ്യത്തേത് എന്താ തന്നേക്കുന്നത്? പ്ലെയിൻ ആംഗിൾ. അപ്പം എന്താ പ്ലെയിൻ ആംഗിൾ എന്നറിയാവോ? വെരി സിമ്പിൾ. നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഞാനൊരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിൽ നിന്നും ഞാനൊരു ആർക്ക് കട്ട് ചെയ്തെടുത്തു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? അതിൽ നിന്നും ഒരു ആർക്ക് കട്ട് ചെയ്തെടുത്തു. ആർക്ക് കട്ട് ചെയ്തെടുത്താൽ ദിസ് ആംഗിൾ ഈസ് കോൾഡ് ആസ് ദ പ്ലെയിൻ ആംഗിൾ. ഈ ആംഗിളിൻ്റെ പേരാണ് പ്ലെയിൻ ആംഗിൾ. ഓക്കെ, നോർമലി നമ്മൾ പറയുന്ന ആംഗിൾ ഈസ് കോൾഡ് ആസ് ദ പ്ലെയിൻ ആംഗിൾ. Okay, and plane angle is a supplementary
physical quantity. Fundamental ആണോ അല്ല, derived ആണോ അല്ല, it is an independent. പക്ഷേ എന്താണ്, ഫണ്ടമെന്റലും അല്ല derived അല്ല. Okay, so plane angle is a supplementary quantity with the unit. കണ്ടോ, അതിന്റെ യൂണിറ്റ് എന്താണെന്നറിയാവോ? ആംഗിളിന്റെ യൂണിറ്റ് we have taken it as the radians. അതിന്റെ യൂണിറ്റ് നമ്മൾ എങ്ങനെ എടുക്കാറുള്ളത്? റേഡിയൻസ്. Okay, the unit is the radians. Okay, പക്ഷെ നമ്മൾ സാധാരണ ആംഗിൾ എടുക്കുമ്പോൾ റേഡിയൻസ് ഇട്ടല്ല പറയാറുള്ളത്. 30 ഡിഗ്രി, 60 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി, അങ്ങനെ ഡിഗ്രിയിലല്ലേ അല്ലേ? പക്ഷെ നോർമലി ദ യൂണിറ്റ് ഓഫ് ആംഗിൾ ഈസ് റേഡിയൻസ്. സോ ഹൗ ടു കൺവേർട്ട് റേഡിയൻസ് ആൻഡ് ഡിഗ്രി എന്ന് ചോദിച്ചാൽ അതും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. 2π റേഡിയൻസ് ആണ് 360 ഡിഗ്രി. ക്ലിയർ? 2π റേഡിയൻസിനെയാണ് നമ്മൾ 360 ഡിഗ്രി എന്ന് വിളിക്കുന്നത്. ഓക്കെ, കൺവേർഷനോട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ വിച്ച് ഇസ് ദ ഫസ്റ്റ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റി? It is the plane angle with the unit radians, and also 2π radians is equal to 360 degree. Okay, and which is the second one? The second one is called as the solid angle. അപ്പോൾ എന്താ ഈ സോളിഡ് ആംഗിൾ? നേരത്തെ ഒരു ആംഗിൾ തന്നെ പറഞ്ഞേ, ശരിയല്ലേ? അപ്പോൾ ഇനി എന്താ സോളിഡ് ആംഗിൾ? സോളിഡ് ആംഗിൾ മീൻസ് ഹൗ ടു ടേക്ക്, സപ്പോസ് എൻ്റെ കയ്യിൽ ഒരു കോണുണ്ട്, എൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു കോണുണ്ട് എങ്കിൽ ഒരു കോൺ ഒരു പോയിന്റിൽ നിന്ന് 4 ഡയറക്ഷൻസിലോട്ടും ലൈൻ ഇങ്ങനെ പോകുമ്പോഴല്ലേ നമുക്കൊരു കോൺ കിട്ടുക. എങ്കിൽ ഈ കോൺ കവർ ചെയ്ത അതിൻ്റെ ആ എൻ റീജിയൻ കവർ ചെയ്ത ആംഗിളിനെ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുക? ദാറ്റ് ആംഗിൾ. ക്ലിയർ? ഒരു കോൺ കവർ ചെയ്ത, ഫോർ നമ്മളിവിടെ വരയ്ക്കുവാണെങ്കിൽ ലൈക്ക് ദിസ്, കണ്ടോ ഈ ആംഗിൾ, ദിസ് ആംഗിൾ ഈസ് കോൾഡ് ആസ് ദ സോളിഡ് ആംഗിൾ. അതും റെപ്രസെന്റ് ചെയ്യുന്ന തീറ്റയൊക്കെ വെച്ച് തന്നെയാണ്, പക്ഷെ അത് മറ്റൊരു ആംഗിൾ ആണ്, കോൾഡ് ആസ് ദ സോളിഡ് ആംഗിൾ. Okay, so what is the second supplementary quantity? നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ സപ്ലിമെന്ററി ക്വാണ്ടിറ്റിയുടെ പേര് എന്താണ്? സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിൾ എന്ന് വെച്ചാൽ 3D, 3 ഡയമെൻഷണൽ സ്ട്രക്ചറാ. ലൈക്ക് ദിസ്, ഒരു കോൺ എടുത്തു, കോണിന്റെ കവർ ചെയ്ത ആ ആംഗിൾ, ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അവർ സോളിഡ് ആംഗിൾ. ക്ലിയർ? ആൻഡ് ഹൗ ഇറ്റ് ഈസ് ടേക്കൺ എന്ന് ചോദിച്ചാൽ അത് ഇത്രയും കൂടെ ഒക്കെ വലിയ ക്ലാസ്സിൽ നമുക്ക് ചെല്ലണം. ദാറ്റ് ഈസ് സോളിഡ് ആംഗിൾ തീറ്റ ഈസ് ടേക്കൺ ആസ് DA. ഇതിനകത്തൊന്നൊരു കൊച്ചു ഏരിയ, ദിസ് ഈസ് ദ സ്മോൾ ഏരിയ കവേർഡ് ഈസ് ടേക്കൺ ആസ് ദ DA. ഓക്കെ, ആൻഡ് ഇഫ് R is the radius, DA by R square will give the solid angle. DA by R square will give the solid angle, which we will discuss in detail in other chapters. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതൊരു ഇൻട്രൊഡക്ടറി ചാപ്റ്റർ അല്ലേ, നമ്മൾ തുടങ്ങുമല്ലേ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ടെങ്കിലും 1 by 1 ഓരോ ചാപ്റ്ററിൽ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അങ്ങ് പോകും. ക്ലിയർ? സോ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സപ്ലിമെന്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കുറിച്ചാണ്. What is a supplementary physical quantity? A quantity which is neither fundamental nor derived. ഫണ്ടമെന്റലുമല്ല ഡിറൈവ്ഡുമല്ല, അങ്ങനെയുള്ളൊരു ക്വാണ്ടിറ്റിയുടെ പേരാണെന്ത്? സപ്ലിമെന്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റി. And how many supplementary physical quantities are there? എത്ര എണ്ണം ഉണ്ട്? There are 2. Which are they? The plane angle and the solid angle. Plane angle unit is the radians, and what is the unit of solid angle? പറഞ്ഞില്ലല്ലോ, that is steradian. What is the unit of solid angle? The unit of solid angle is taken as steradian. What is steradian? Okay, clear? So ഇപ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്? About the physical quantities. Tell me, what is a physical quantity? A quantity that can be measured by using an instrument is called as a physical quantity. Okay, and a physical quantity is always represented by taking a numerical value and a unit. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എപ്പോഴും എന്തുണ്ടാവും? ഒരു ന്യൂമറിക്കൽ വാല്യൂ, ഒരു നമ്പർ ഉണ്ടാവും, കൂടെ അതിനെ കാണിക്കുന്ന ഒരു യൂണിറ്റും ഉണ്ടാവും. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയായിരുന്നു? ദ ഫസ്റ്റ് വൺ ഈസ് fundamental physical quantity which do not depends on other quantities. Example, length, mass, time, etc. Second is derived physical quantity. And that derived physical quantity in which are a quantity which is derived from the fundamental physical quantity.
A lot of derived quantities. ഇഷ്ടം പോലെ derived quantities ഉണ്ട്. Okay, area, volume, density, velocity, acceleration, work and so on and so on and so on. ഇഷ്ടം പോലെ എന്തുണ്ട്? derived physical quantities ഉണ്ട്. നമുക്കിതെല്ലാം പഠിക്കാനുമുണ്ട്. വൺ ബൈ വൺ ഓരോ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും derived ക്വാണ്ടിറ്റിയും ഡിസ്കസ് ചെയ്യും. Okay, and what is the third one? മൂന്നാമത്തേത് ഏതായിരുന്നു? Supplementary physical quantity. What is supplementary physical quantity? Neither fundamental nor derived. Okay, and how many supplementary quantities are there? നമ്മുടെ എത്ര supplementary quantities ഉണ്ട്? രണ്ടെണ്ണം. ഏതൊക്കെയാ? Plane angle and solid angle. പ്ലെയിൻ ആംഗിൾ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയുന്ന ആംഗിൾ. സോളിഡ് ആംഗിൾ എന്ന് വെച്ചാൽ 3D സ്ട്രക്ചറിലുള്ള ഒരു ആംഗിൾ. അതായത് ഞാനൊരു കോൺ എടുത്തു, ഈ കോണിൻ്റെ താഴെ കവർ ചെയ്ത ആംഗിൾ. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സോളിഡ് ആംഗിൾ. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ സോളിഡ് ആംഗിൾ. ഓക്കെ, മനസ്സിലായോ? പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് എന്താ? റേഡിയൻസ്. സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് എന്താ? സ്റ്റെറേഡിയൻസ്. ക്ലിയർ? ഓക്കെ, പറഞ്ഞ കാര്യങ്ങളിനകത്ത് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണല്ലോ. സോ നൗ വി നോ there are three different types of physical quantities. Okay, there are three different types of physical quantities: fundamental, derived and supplementary. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ബാക്കിയിലോട്ട് പോകാം. ഓക്കെ, അപ്പം നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിലെ ബേസിക് ക്വാണ്ടിറ്റി ആരാ? ഫണ്ടമെന്റലാ. നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിലെ ബേസിക് ക്വാണ്ടിറ്റി ആരാ? ഫണ്ടമെന്റലാ. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ബേസിസിൽ നമ്മൾ പല കാലങ്ങളായിട്ട് പല സിസ്റ്റംസ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? സിസ്റ്റംസ്. വാട്ട് ഈസ് ദിസ് സിസ്റ്റം? എന്തിനു വേണ്ടിയാണ് നമ്മൾ സിസ്റ്റം യൂസ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, ഒരേ ക്വാണ്ടിറ്റി തന്നെ, ഫോർ എക്സാമ്പിൾ ലെങ്ത് തന്നെ എനിക്ക് മീറ്ററിൽ കാണിക്കാൻ പറ്റും, എനിക്ക് സെൻറ്റിമീറ്ററിൽ കാണിക്കാൻ പറ്റും, എനിക്ക് മില്ലിമീറ്ററിൽ കാണിക്കാൻ പറ്റും, കിലോമീറ്ററിൽ കാണിക്കാൻ പറ്റും, ഫീറ്റ് അല്ലെങ്കിൽ ഫൂട്ട്, നമ്മുടെ അടി, ഫൂട്ട്, ഫീറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിലും കാണിക്കാൻ പറ്റും. ശരിയല്ലേ? ശരിയല്ലേ? അപ്പം ഞാനൊരു ബോഡി, സപ്പോസ് ഞാൻ ഈ ബോഡിയെ മെഷർ ചെയ്തിട്ട് ലെങ്ത് സെൻറ്റിമീറ്ററിൽ പറഞ്ഞു, മറ്റൊരാൾ പറയുന്നത് മീറ്ററിലാണ്. ഓക്കെ, വാല്യൂസ് കൂടെ കിടക്കുന്ന ന്യൂമറിക്കൽ വാല്യൂ മാറത്തില്ലേ? അങ്ങനെ ഒരു ക്വാണ്ടിറ്റി തന്നെ പല യൂണിറ്റ്സിൽ മെഷർ ചെയ്താൽ കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂ ഡിഫറെൻ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടി, എല്ലാവരും ഒരേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ പണ്ട് മുതലേ സിസ്റ്റംസ് യൂസ് ചെയ്യാൻ തുടങ്ങി. എന്ത് യൂസ് ചെയ്യാൻ തുടങ്ങി? സിസ്റ്റംസ്. ക്ലിയർ ആയോ? ഈ ബോഡിയുടെ ലെങ്ത് എനിക്ക് മില്ലിമീറ്ററിൽ പറയാം, എനിക്ക് സെൻറ്റിമീറ്ററിൽ പറയാം, എനിക്ക് വേണമെങ്കിൽ മീറ്ററിലും കിലോമീറ്ററിലും ഫീറ്റിലും പറയാം. ശരിയല്ലേ? പക്ഷെ ഓരോ വട്ടം യൂണിറ്റ് മാറുന്നതനുസരിച്ച് കൂടെ കിടക്കുന്ന ന്യൂമറിക്കൽ വാല്യൂ മാറും. ന്യൂമറിക്കൽ വാല്യൂവിനകത്ത് മിസ്റ്റേക്ക് അല്ല, വ്യത്യാസം വരും. ശരിയല്ലേ? ഈ വ്യത്യാസം പലർക്കും പല കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഈ കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ലെങ്ത് ഓഫ് പെൻ മെഷേർഡ് ഇൻ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ വ്യത്യാസം വരുമോ? ഇല്ല. അങ്ങനെ നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കാൻ തുടങ്ങി. നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ തുടങ്ങി. ഈ സിസ്റ്റത്തിൽ ഒരു ഗിവൺ ക്വാണ്ടിറ്റി, ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി നമ്മൾ അവർ പറയുന്ന യൂണിറ്റിലെ മെഷർ ചെയ്യുകയുള്ളൂ. നമുക്കിഷ്ടമുള്ള യൂണിറ്റ് എടുക്കില്ല, അവർ പറയുന്ന സിസ്റ്റത്തിൽ പറയുന്ന യൂണിറ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം എല്ലാവരും അതല്ലേ യൂസ് ചെയ്യത്തുള്ളൂ? കൺഫ്യൂഷൻ ഉണ്ടാവുമോ? ഇല്ല. എല്ലാവർക്കും ഒരു യൂണിഫോമിറ്റി, എല്ലാവർക്കും ഒരുപോലെ മെഷർമെൻറ്റ് കിട്ടും. ഓക്കെ, അങ്ങനെ പണ്ട് മുതലേ നമ്മൾ ഓരോരോ സിസ്റ്റംസ് യൂസ് ചെയ്തു. ക്ലിയർ? ആൻഡ് ദ ഫസ്റ്റ് യൂസ്ഡ് സിസ്റ്റം, നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്ത സിസ്റ്റത്തിൻ്റെ പേരാണ് FPS സിസ്റ്റം. Which was the first system? FPS system. Okay, the first system is known as FPS system. And in FPS system, FPS എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ സിസ്റ്റം ഓഫ് യൂണിറ്റിൽ there were 3 physical quantities. എത്ര ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടായിരുന്നു? 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടായിരുന്നു. And which were they? Length, mass and time. നമ്മുടെ ആദ്യത്തെ സിസ്റ്റത്തിലെ 3 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. സിസ്റ്റം എപ്പോഴും ഫണ്ടമെന്റൽ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ FPS സിസ്റ്റം എന്ന് പറയുന്ന ആദ്യത്തെ സിസ്റ്റത്തിലെ 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയായിരുന്നു? ലെങ്ത്, ദെൻ മാസ് ആൻഡ് ടൈം. ഏതൊക്കെയായിരുന്നു? ലെങ്ത്, മാസ്, ടൈം.
and the unit of length was foot. കണ്ടോ, ലെങ്ത് നമ്മൾ ആ സിസ്റ്റത്തിൽ എങ്ങനെയാണ് മെഷർ ചെയ്തുകൊണ്ടിരുന്നത്? ഫൂട്ട്, അടി. ഇപ്പോഴും നമ്മൾ ഹൈറ്റ് ഒക്കെ എങ്ങനെയാണ് മെഷർ ചെയ്ത്? ഇപ്പം കോമൺലി അങ്ങനെ ഫൂട്ട് എടുക്കാറില്ലെങ്കിലും എൻ്റെ ഹൈറ്റ് 5 feet എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? 5 അടി ഉയരമുള്ള ഒരാൾ, 4 അടിയേ ഉള്ളൂ, 6 അടി ഹൈറ്റ് ഉള്ള ഒരാൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? യെസ്, അതേപോലെ FPS സിസ്റ്റത്തിലെ ഏത് ലെങ്തും നമ്മൾ എങ്ങനെ മെഷർ ചെയ്യത്തുള്ളായിരുന്നു? ഇൻ ഫൂട്ട് അല്ലെങ്കിൽ ഫീറ്റ് അല്ലേ? മോർ ദാൻ 1 foot ആണെങ്കിൽ നമ്മൾ ഫീറ്റ് എന്ന് വിളിക്കും. അപ്പം ഫൂട്ടിലോ ഫീറ്റിലോ മാത്രം മെഷർ ചെയ്യുമായിരുന്നു ലെങ്ത് ഇൻ FPS സിസ്റ്റം. അപ്പോൾ FPS സിസ്റ്റത്തിലെ ലെങ്തിൻ്റെ യൂണിറ്റ് ഫൂട്ട്. ലെങ്ത് ആണ് ഫൂട്ട്. ഓക്കെ, അതാണ് F എന്നിട്ടേക്കുന്നത്. ഇനി അവിടെ രണ്ടാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതായിരുന്നു? മാസ് അല്ലേ? മാസ് അവർ മെഷർ ചെയ്തത് പൗണ്ടിലായിരുന്നു. എന്തിലായിരുന്നു? പൗണ്ട്. മാസ് ഇസ് മെഷേർഡ് ഇൻ പൗണ്ട്. മാസ് അവർ മെഷർ ചെയ്തത് പൗണ്ട് എന്ന് പറയുന്ന യൂണിറ്റിലായിരുന്നു. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ, ടൈം ഈസ് മെഷേർഡ് ഇൻ സെക്കൻഡ്സ്. കണ്ടോ, ലെങ്ത് ഇൻ ഫൂട്ട്, മാസ് ഇൻ പൗണ്ട് ആൻഡ് ടൈം ഇൻ സെക്കൻഡ്. അങ്ങനെ യൂണിറ്റുകൾ ചേർന്നപ്പോഴാണ് നമുക്ക് എന്ത് സിസ്റ്റം പറഞ്ഞത്? പേരെന്ത് വീണത്? FPS സിസ്റ്റം. ക്ലിയർ? സോ വാട്ട് ഈസ് FPS സിസ്റ്റം? ആദ്യത്തെ സിസ്റ്റം. How many fundamental physical quantities were there? There were 3 fundamental physical quantities. And which were they? Length, mass and time. Okay. Length is measured in, അവിടെ നമ്മൾ length എങ്ങനെയായിരുന്നു മെഷർ ചെയ്യുന്നത്? Length is measured in F, foot. അല്ലേ? Mass is measured in P, pound. And time is measured in S, second. ഓക്കെ, അപ്പോൾ ആദ്യത്തെ യൂണിറ്റ്, സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത് FPS ആയിരുന്നു. കുറേ കാലം നമ്മൾ FPS സിസ്റ്റം ഇങ്ങനെ യൂസ് ചെയ്ത് വന്നു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ there is certain എന്താണ്, അത്ര അങ്ങോട്ട് സ്യൂട്ടബിലിറ്റി ആവുന്നില്ല, അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആവുന്നില്ല. എല്ലാ ഫീറ്റിലും പൗണ്ടിലും സെക്കൻഡിലും ഒക്കെ മെഷർ ചെയ്തപ്പോൾ എല്ലാം അങ്ങോട്ട് പെർഫെക്റ്റ് ആവാതെ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്നറിയാമോ? FPSനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ രണ്ടാമത്തെ സിസ്റ്റം യൂസ് ചെയ്തു. ആൻഡ് ദ സെക്കൻഡ് സിസ്റ്റം ഈസ് കോൾഡ് ആസ് ദ CGS സിസ്റ്റം. രണ്ടാമത്തെ സിസ്റ്റത്തിന്റെ പേരെന്താണ്? CGS സിസ്റ്റം. ഓക്കെ, രണ്ടാമത്തെ സിസ്റ്റം CGS. ആൻഡ് CGS സിസ്റ്റത്തിലും ഹൗ മെനി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ദെയർ? 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. CGS സിസ്റ്റത്തിലും എത്ര ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആയിരുന്നു ഉള്ളത്? 3 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ആരൊക്കെയായിരുന്നു? നേരത്തെ ആൾക്കാർ തന്നെ. ലെങ്ത് ഉണ്ടായിരുന്നു, മാസ് ഉണ്ടായിരുന്നു, ടൈം ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? ലെങ്ത്, മാസ്, ടൈം. നോ ചേഞ്ച് ഇൻ ദ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. FPS യൂസ് ചെയ്ത അതേ 3 ആൾക്കാരെ തന്നെയാണ് ഫണ്ടമെന്റലായിട്ട് നമ്മൾ എവിടെയും യൂസ് ചെയ്യുന്നത്? CGSലും. Okay, and there the length was measured in CGS. C stands for centimeter. സെന്റിമീറ്ററിന്റെ C ആണ് CGSലെ C. Mass, that is G, gram. There is my, okay, mass unit gram. Okay, and time second തന്നെ. ടൈമിന് വ്യത്യാസമൊന്നുമില്ല. ടൈം ഇപ്പോഴും നമ്മൾ എങ്ങനെ തന്നെ മെഷർ ചെയ്തത്? സെക്കൻഡ്. ഓക്കെ, അപ്പം നമ്മുടെ രണ്ടാമത്തെ സിസ്റ്റം ഏതായിരുന്നു? ദ സെക്കൻഡ് സിസ്റ്റം വാസ് CGS സിസ്റ്റം. നമ്മുടെ രണ്ടാമത്തെ സിസ്റ്റത്തിന്റെ പേര് CGS. അവിടെയും ഹൗ മെനി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വെയർ ദെയർ? ലെങ്ത്, മാസ്, ടൈം എന്ന് പറയുന്ന 3 എണ്ണം തന്നെ. ലെങ്ത് എങ്ങനെ മെഷർ ചെയ്തു? ലെങ്ത് ഇൻ സെന്റിമീറ്റർ, മാസ് ഇൻ ഗ്രാംസ് ആൻഡ് ടൈം ഇൻ സെക്കൻഡ്. ഓക്കെ, അങ്ങനെ CGS സിസ്റ്റത്തിൽ നമ്മൾ കുറേ നാല് മെഷർ ചെയ്തു. അങ്ങനെ മെഷർ ചെയ്ത് വന്നപ്പോൾ അതും അങ്ങോട്ട് സ്യൂട്ടബിൾ ആവുന്നില്ല. അങ്ങനെ ആവാതെ വന്നപ്പോൾ നമ്മൾ CGS അങ്ങോട്ട് മാറ്റിയിട്ട് ദ തേർഡ് വൺ, നമ്മുടെ മൂന്നാമത്തെ സിസ്റ്റം യൂസ് ചെയ്തു. ആൻഡ് വിച്ച് വാസ് ദ തേർഡ് സിസ്റ്റം? തേർഡ് സിസ്റ്റത്തിൻ്റെ പേര് MKS സിസ്റ്റം. മൂന്നാമത്തെ സിസ്റ്റത്തിൻ്റെ പേരെന്തായിരുന്നു? MKS സിസ്റ്റം. അവിടെയും 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, മൂന്നാമത് യൂസ് ചെയ്തെടുത്തും 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഏതൊക്കെ തന്നെ? ലെങ്ത് തന്നെ, മാസ് തന്നെ,
ടൈം തന്നെ. നോ ചേഞ്ച് ഇൻ ദ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. മൂന്നാമത്തെ കേസിലും നമ്മൾ നമ്മുടെ MKS സിസ്റ്റത്തിലും ആരെ തന്നെ യൂസ് ചെയ്തു? ലെങ്തും മാസും ടൈമും. ബട്ട് ദ ലെങ്ത് വാസ് മെഷേർഡ് ഇൻ MKS സിസ്റ്റം അല്ലേ? ദ ലെങ്ത് വാസ് മെഷേർഡ് ഇൻ മീറ്റർ. ലെങ്ത് എങ്ങനെ മെഷർ ചെയ്തു? മീറ്ററിൽ. മാസ് എങ്ങനെ മെഷർ ചെയ്തു? കിലോഗ്രാമിൽ. ടൈം എങ്ങനെ തന്നെ? സെക്കൻഡിൽ. കണ്ടോ? ഓരോന്നോരോന്നോരോന്ന് നമ്മളിങ്ങനെ മാറ്റി 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 നോക്കി. അങ്ങനെ മൂന്നാമത് വന്ന സിസ്റ്റത്തിനകത്തെ MKS സിസ്റ്റത്തിലെ 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ലെങ്ത്, മാസ്, ടൈം. ലെങ്ത് എങ്ങനെ മെഷർ ചെയ്തു? നമ്മൾ മീറ്ററിൽ. മാസ് എങ്ങനെ മെഷർ ചെയ്തു? കിലോഗ്രാമിൽ. ടൈം എങ്ങനെ മെഷർ ചെയ്തു? സെക്കൻഡിൽ. ഓക്കെ, സോ 3 സിസ്റ്റംസും യൂസ് ചെയ്തു. MKS കുറേ നാളിങ്ങനെ യൂസ് ചെയ്ത് പോയി. പക്ഷേ MKS കുഴപ്പമില്ല, നമുക്ക് നല്ലതായിട്ടൊക്കെ മെഷർമെൻറ്റ്സ് ഒക്കെ പറ്റുന്നുണ്ട്. ബട്ട് ഒരു പോരായ്മ എന്ന് വെച്ചാൽ എല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും നമ്മുടെ ഈ 3 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് കിട്ടാതെ വന്നു. എല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും കണ്ടുപിടിക്കാൻ ഈ 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പോരാതെ വന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തെന്നറിയാവോ? MKS സിസ്റ്റം അങ്ങോട്ട് മാറ്റിയിട്ട് ദ 4th സിസ്റ്റം എന്താക്കി മാറ്റി? SI സിസ്റ്റം ഇന്റർനാഷണലി. ഓക്കെ, അതായത് ഇന്റർനാഷണലായിട്ട് യൂണിവേഴ്സലായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം എടുത്തു. ആൻഡ് ദാറ്റ് ഈസ് ദ പ്രസൻ്റ്ലി യൂസ്ഡ് സിസ്റ്റം. അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്കെ, സയൻസ് പഠിക്കുന്ന നമ്മൾ എല്ലാ കുട്ടികളും എവിടെ ചെന്നാലും യൂസ് ചെയ്യുന്ന സിസ്റ്റം ഏത് തന്നെയാണ്? ഇന്റർനാഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റം, യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ഏതാണ്? SI ആണ്. ഓക്കെ, അപ്പൊ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത് SI ആണ്. ഓക്കെ, ആൻഡ് what is SI? താഴെ എഴുതിയിരിക്കുന്നത് എന്താ? പ്രസൻ്റ്ലി യൂസ്ഡ് സിസ്റ്റം വിച്ച് ഈസ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ്. ഓക്കെ, ഇന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേക്കുന്ന യൂണിവേഴ്സിൽ മൊത്തം യൂസ് ചെയ്യുന്ന സിസ്റ്റം ഏതാണ്? SI. ആൻഡ് SI സിസ്റ്റത്തിൽ ഹൗ മെനി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ദെയർ? ഇതുവരെ നമ്മൾ ഓരോ സിസ്റ്റത്തിലും 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്തെങ്കിൽ ഇപ്പോൾ അത് പോരാ എന്ന് മനസ്സിലായ നമ്മൾ എത്ര ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്യാൻ തുടങ്ങി? There are 7 fundamental quantities in SI. Okay, how many fundamental quantities are there in SI? There are 7 fundamental quantities in SI. And which are they? One by one നമുക്ക് നോക്കാം. ഏതൊക്കെയാ? ആദ്യത്തത് ലെങ്ത് തന്നെ, നോ ചേഞ്ച്. രണ്ടാമത്തത് മാസ് തന്നെ, നോ ചേഞ്ച്. മൂന്നാമത്തത് ടൈം തന്നെ, നോ ചേഞ്ച്. എല്ലായിടവും യൂസ് ചെയ്ത ലെങ്ത് വേണം, മാസ് വേണം, ടൈം വേണം. ഓക്കെ, ദെൻ ഇത് കൂടാതെ 4 എണ്ണം കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് വിച്ച് ആർ ദേ? ഇപ്പോഴും നമ്മളത് തന്നെ യൂസ് ചെയ്യുന്നത്. 4th one is temperature. നമുക്ക് എന്തും വേണം? ടെമ്പറേച്ചർ വേണം. 5th one is electric current. നമുക്ക് എന്ത് വേണം? ഇലക്ട്രിക് കറണ്ട് വേണം. luminous intensity. What is luminous intensity എന്ന് ചോദിച്ചാൽ the light content. ലൈറ്റിൻ്റെ കണ്ടന്റ് ആണ് നമ്മൾ ലൈറ്റ് എനർജിയുടെ കണ്ടന്റ് ആണ് നമ്മൾ luminous intensity ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ 4th one is amount of substance. വളരെ ചെറിയ amount of substance, atoms, molecules ഒക്കെ നമ്മൾ amount of substance ആയിട്ട് എടുക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ how many fundamental quantities are there? There are 7 fundamental quantities. First one is length, second one is mass, third one is time, no change. അത് കഴിഞ്ഞിട്ട് ആരെ എടുത്തു? ടെമ്പറേച്ചർ, electric current, luminous intensity. Luminous intensity means ആ ഒരു ടേം മാത്രം, ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മാത്രം നമുക്ക് അത്ര ഡെപ്തിൽ അല്ലെങ്കിൽ വലുതായിട്ടൊന്നും പഠിക്കാനില്ല. +1ലും +2ലും ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി മാത്രം നമുക്ക് അത്ര വലുതായിട്ടൊന്നും പഠിക്കാനില്ല. ഓക്കെ, പക്ഷേ അതൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ് വിച്ച് ഗീവ്സ് ദ കണ്ടന്റ് ഓഫ് ലൈറ്റ് എനർജി. ലൈറ്റ് എനർജിയുടെ കണ്ടന്റിനെ കുറിച്ചും അതിൻ്റെ എനർജിയെക്കുറിച്ചും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ക്വാണ്ടിറ്റിയാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. And the 7th one is amount of substance. അത് വേണം, both in physics and chemistry amount of substance നമുക്ക് വേണം. Okay, so 7 fundamental quantities എവിടെ ഉണ്ടെന്ന് മനസ്സിലായി നമ്മുടെ SI ലും. ഇനി യൂണിറ്റ് പരിചയപ്പെടണ്ടേ? യൂണിറ്റ് നോക്കാം.
ലെങ്ത് ഇസ് മെഷേർഡ്. നമ്മുടെ MK സിസ്റ്റം ഇല്ലേ, മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് സിസ്റ്റം, അത് തന്നെയാണ് SIയിലും ആദ്യത്തെ 3 ആൾക്കാർക്ക്. ലെങ്ത് ഇസ് മെഷേർഡ് ഇൻ മീറ്റർ, മാസ് ഇസ് മെഷേർഡ് ഇൻ കിലോഗ്രാം. ഇപ്പോഴും നമുക്ക് SI യൂണിറ്റ് കിലോഗ്രാം. ഓക്കെ, the third physical quantity, fundamental physical quantity in SI is time. നമ്മുടെ മൂന്നാമത്തേത് ഏതാ? ടൈം. അതിൻ്റെ യൂണിറ്റ് നമ്മുടെ MKSലും ബാക്കിയുള്ള എല്ലാ സിസ്റ്റത്തിലും ടൈമിൻ്റെ യൂണിറ്റ് നമ്മൾ എങ്ങനെ തന്നെ യൂസ് ചെയ്തത്? സെക്കൻഡ്. നോ ചേഞ്ച്. അന്നും ഇന്നും എപ്പോഴും നമുക്ക് എന്ത് മതി? ടൈം ഇൻ സെക്കൻഡ്. അതാണ് സ്യൂട്ടബിൾ എന്ന് നമുക്ക് തോന്നി, ശരിയല്ലേ? ദെൻ ദ ഫോർത്ത് വൺ ഈസ് ടെമ്പറേച്ചർ. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ പുതിയ ഫിസിക്കൽ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലോട്ട് വരിക. ടെമ്പറേച്ചർ ഇസ് മെഷേർഡ് ഇൻ കെൽവിൻ. നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്തത്? കെൽവിനിൽ. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ? കെൽവിൻ. ഇലക്ട്രിക് കറന്റ്, ആംപിയർ. വാട്ട് ഈസ് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്? ആംപിയർ. ഓക്കെ, ടെമ്പറേച്ചർ കെൽവിനിലും ഇലക്ട്രിക് കറന്റ് ആംപിയറിലും. ഓക്കെ, ലൂമിനസ് ഇന്റൻസിറ്റി. നേരത്തെ പറഞ്ഞു, ലൂമിനസ് ഇന്റൻസിറ്റി ഈസ് ദ കണ്ടന്റ് ഓഫ് ലൈറ്റ് എനർജി. അത്ര ഡെപ്തിൽ അല്ലെങ്കിൽ അതിനകത്ത് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് +1ലും +2ലും ഇതിനെക്കുറിച്ച് പഠിക്കാനില്ല. ബട്ട് വി വാണ്ട് ദ SI യൂണിറ്റ്. ആൻഡ് വാട്ട് ഇസ് SI യൂണിറ്റ്? കാൻഡല. വാട്ട് ഇസ് SI യൂണിറ്റ്? കാൻഡല എന്ന് വിളിക്കും. SI യൂണിറ്റ് ഇസ് കാൻഡല, represented as CD. Okay, and the seventh one is amount of substance. ഏഴാമത്തേത് എന്താണ്? amount of substance. അതിൻ്റെ യൂണിറ്റ് മോൾ, MOLE മോൾ. റെപ്രസെന്റ് ചെയ്യുമ്പോൾ MOL എന്നേ എഴുതാറുള്ളൂ. ഓക്കെ, രണ്ടും മോൾ തന്നെ. ഓക്കെ, സോ ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡല, CD. amount of substance മോൾ, MOL എന്ന് റെപ്രസെന്റ് ചെയ്യും. Clear? So which are the 7 fundamental quantities in SI? SI get the 7 fundamental quantities with its unit. നമുക്കൊന്ന് പറയാം. First one is length, meter. Then what about the second one? Mass. Mass എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്തത്? കിലോഗ്രാം. The third one is time. Time എങ്ങനെ മെഷർ ചെയ്തു? സെക്കൻഡ്സിൽ. Fourth one is temperature. Temperature നമ്മൾ എങ്ങനെ മെഷർ ചെയ്തു? കെൽവിനിൽ. ഇലക്ട്രിക് കറന്റ് എങ്ങനെ മെഷർ ചെയ്തു? ആംപിയറിൽ. ശരിയല്ലേ? ലൂമിനസ് ഇന്റൻസിറ്റി എങ്ങനെ മെഷർ ചെയ്തു? കാൻഡല, CD. ആൻഡ് ദ ലാസ്റ്റ് വൺ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ എങ്ങനെ മെഷർ ചെയ്തു? MOLE മോളിൽ. ശരിയല്ലേ? ആൻഡ് റെപ്രസെന്റഡ് ആസ് MOL. ക്ലിയർ? അപ്പൊ ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന, പ്രസന്റ്ലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിവേഴ്സൽ ആയിട്ടുള്ള അക്സെപ്റ്റഡ് സിസ്റ്റം ഏതാണ്? SI. Okay, that means throughout the chapters ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് യൂണിറ്റ് വേണം യൂസ് ചെയ്യാൻ? നോർമലി വി ഹാവ് ടു യൂസ് SI ഇട്ട് വേണം നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യാൻ. കാരണം അതാണ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ്. അതർവൈസ് അവർ പറയണം CJC കണ്ടുപിടിക്ക് എന്നൊക്കെ പറഞ്ഞ് അവർ പറയണം. അതർവൈസ് നമ്മൾ എങ്ങനെ ചെയ്യുള്ളൂ? SIയിലേ ചെയ്യുള്ളൂ. ക്ലിയർ? സോ ദ സെവറൽ സിസ്റ്റംസ്, വി ഹാവ് യൂസ്ഡ് സെവറൽ സിസ്റ്റംസ് based on the fundamental quantities. Which are the systems used? The first one is FPS, second one is CGS, third one is MKS, and the fourth one is SI. Clear? Okay, now we are going to, അപ്പോൾ ഇത്രയും പറഞ്ഞ ടോപ്പിക് ക്ലിയർ ആണല്ലോ? ക്വാണ്ടിറ്റീസ് പറഞ്ഞു, ഫണ്ടമെന്റൽ, ഡിറൈവ്ഡ്, സപ്ലിമെന്ററി. Then systems of unit discuss ചെയ്തു. The first used FPS, then CGS, then MKS, and the presently used SI in detail നമ്മൾ ഡിസ്കസ് ചെയ്തു. Okay, and now we are going to another important topic called as the dimensional analysis. We are going to dimensional analysis. എന്താണ് ഡയമെൻഷണൽ അനാലിസിസ്? ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ് ഡയമെൻഷണൽ അനാലിസിസ്. സോ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വെച്ച് പല സിസ്റ്റംസ് നമ്മൾ പറഞ്ഞു. ഇപ്പം യൂസ് ചെയ്യുന്ന സിസ്റ്റം SI ആണെന്ന് നമുക്ക് പറയാം, ശരിയല്ലേ? പക്ഷേ SIയിൽ പോലും 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഓൾ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എക്സെപ്റ്റ് സപ്ലിമെൻ്ററി, നമ്മൾ പറഞ്ഞ സപ്ലിമെൻ്ററി ഒഴിച്ച് ബാക്കി എല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസാണ്. ബാക്കി എല്ലാം എന്താണ്? ഡിറൈവ്ഡ്. ആൻഡ് ദർ ആർ എ ലോട്ട് ഓഫ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇഷ്ടം പോലെ ന്യൂമറസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പം അവരുടെ യൂണിറ്റ് കൂടെ നമുക്ക് നോക്കണ്ടേ? വി ഹാവ് ടു ടേക്ക് ദ യൂണിറ്റ് ഓഫ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. Okay, so
ഇനി നമ്മൾ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് നോക്കാൻ പോവാം. ബട്ട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ആരാ? ദേ ആർ ഡിറൈവ്ഡ് ഫ്രം ദ ഫണ്ടമെന്റൽ. അവരെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഫണ്ടമെന്റലിൽ നിന്ന്. അപ്പോൾ ഫണ്ടമെന്റൽ ഇല്ലാതെ നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. ശരിയല്ലേ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണ് നമുക്ക് ആവശ്യം. പക്ഷെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എവിടുന്ന് ഡിറൈവ് ചെയ്തവരാ? ഫണ്ടമെന്റലിൽ നിന്ന്. അപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഇല്ലാതെ നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്ന് വെച്ചാൽ നൗ വി ആർ ഗോയിങ് ടു റെപ്രസെന്റ് ദ യൂണിറ്റ് ഓഫ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് നമ്മൾ കാണിക്കാൻ പോവാം. എങ്ങനെ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ കൂടി. സോ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ബേസിസിൽ ഏതൊക്കെ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ എത്ര എണ്ണം പഠിച്ചു? നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ SI 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, വിച്ച് ആർ ദേ? മാസ് അല്ലേ, ലെങ്ത്, ടൈം, ദെൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന് നമ്മൾ യൂണിറ്റിൻ്റെ കെൽവിൻ. ഓക്കെ, മാസിന് നമ്മൾ മാസിൻ്റെ എമ്മും ലെങ്തിൻ്റെ എല്ലും ടൈമിൻ്റെ ടിയും യൂസ് ചെയ്തപ്പം ഫോർത്ത് ക്വാണ്ടിറ്റി ആയിട്ടുള്ള ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റിൻ്റെ കെൽവിൻ്റെ K യൂസ് ചെയ്യണം. ഇലക്ട്രിക് കറണ്ട് യൂണിറ്റ് ഇസ് ആംബിയർ, ആംബിയറിൻ്റെ A യൂസ് ചെയ്തു. ഓക്കെ, ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡലയുടെ CD യൂസ് ചെയ്യണം. And the last one is amount of substance. Amount of substance in the mole, MOL യൂസ് ചെയ്യണം. ഓക്കെ, ഇത്രയും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? എല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെയും യൂണിറ്റ് എഴുതാൻ പോവാം. എങ്ങനെ എഴുതാൻ പോവാ? ഇവരുടെ പവേഴ്സ് ആയിട്ട്. M റൈസ് ടു സംതിങ്, L റൈസ് ടു സംതിങ്, T റൈസ് ടു സംതിങ്, Kelvin റൈസ് ടു സംതിങ്, ആംബിയർ റൈസ് ടു സംതിങ്, കാൻഡല റൈസ് ടു സംതിങ്, മോൾ റൈസ് ടു സംതിങ്. ഇങ്ങനെ എഴുതുന്ന മെത്തഡിൻ്റെ പേരാണെന്ത്? ഡയമെൻഷണൽ അനാലിസിസ്. വൺസ് മോർ നമുക്കൊന്നുകൂടെ കേൾക്കാം. വാട്ട് ഈസ് ഡയമെൻഷൻ അനാലിസിസ്? ഇറ്റ് ഈസ് ദ മെത്തഡ് ഓഫ് റൈറ്റിംഗ് ദ യൂണിറ്റ് ഓഫ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എഴുതാൻ പോവാം. പക്ഷെ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബേസിക്കലി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി വേണം. എത്ര ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ട് നമ്മുടെ കയ്യിൽ? SI ഇപ്പം യൂസ് ചെയ്യുന്ന SI 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ശരിയല്ലേ? ആ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പവേഴ്സ് ആയിട്ട് നമ്മളൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യും. ആൻഡ് ദാറ്റ് മെത്തഡ് ഇസ് കോൾഡ് ആസ് ഡയമെൻഷണൽ അനാലിസിസ്. ആൻഡ് ദ ഇക്വേഷൻസ് ഓഫ് ഫോംഡ്. അങ്ങനെ കിട്ടുന്ന ഇക്വേഷനെ നമ്മൾ ഡയമെൻഷണൽ ഇക്വേഷൻ എന്നോ ഡയമെൻഷൻ എന്നോ വിളിക്കും. ഓക്കെ, അപ്പോൾ ആ സെൻറ്റൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ പവേഴ്സ് ടു വിച്ച് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ റേസ്ഡ്. ദ പവേഴ്സ് ടു വിച്ച് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ റേസ്ഡ്. ഞാൻ മാസ് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയെ റേസ് ചെയ്യുക ഒരു പവറിലോട്ട്. M റൈസ് ടു X, L റൈസ് ടു Y, T റൈസ് ടു Z, K raised to L, A raised to M, CD raised to another one P, and mole raised to another one Q. കണ്ടോ? ഇങ്ങനെ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എഴുതാൻ വേണ്ടി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ പവറായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് ഡയമെൻഷണൽ അനാലിസിസ്. ആൻഡ് ദ ഇക്വേഷൻസ് ഓഫ് ഫോംഡ് ഈസ് കോൾഡ് ആസ് ദ ഡയമെൻഷണൽ ഇക്വേഷൻ ഓർ കോമൺലി ഡയമെൻഷൻ. മനസ്സിലായോ? സോ വാട്ട് ഈസ് ദാറ്റ് സെന്റൻസ്? ഒന്നുകൂടെ നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഇമ്പോർട്ടൻ്റ്, ഒത്തിരി ഇമ്പോർട്ടൻ്റ്. ദ പവേഴ്സ് ടു വിച്ച് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ റേസ്ഡ് in order to express the unit of a derived quantity. The powers to which the fundamental quantities are raised. നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പവറുകൾ യൂസ് ചെയ്തിട്ട് അവർക്ക് പവർ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എഴുതാൻ പോവാം. Okay, and the method is called as, that equation is called as dimensional equation, and the method is called as the dimensional analysis. ആ മെത്തേഡിന്റെ പേരാണ് എന്ത്? ഡയമെൻഷൻ അനാലിസിസ്. ക്ലിയർ ആയോ? വെരി ഇമ്പോർട്ടൻറ്റ്. ഡയമെൻഷൻ അനാലിസിസ് നമുക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ. ഓക്കെ, സോ what is dimension analysis? എന്താ dimension analysis എന്ന് വെച്ചാൽ the powers to which fundamental quantities are raised in order to express the unit of a derived quantity. The powers to which the fundamental quantities are raised in order to express the unit of a derived quantity. Okay,
ഇനി 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിലെ ഏറ്റവും കോമൺ യൂസ്ഡ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഏതാ? എല്ലാ സിസ്റ്റത്തിലും നമ്മൾ യൂസ് ചെയ്തത് ആരെയൊക്കെയായിരുന്നു? മാസ്, ലെങ്ത് ആൻഡ് ടൈം. ആരെയൊക്കെയായിരുന്നു? മാസ്, ലെങ്ത് ആൻഡ് ടൈം. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയമെൻഷൻ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ ആരെ യൂസ് ചെയ്യും? മാസിനെയും ലെങ്തിനെയും ടൈമിനെയും യൂസ് ചെയ്യും. അവരുടെ പവേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ. പിന്നെ ഇത് കൂടാതെ കറണ്ട് വന്നാൽ ആംപിയർ എടുക്കും. ഓക്കെ. ടെമ്പറേച്ചർ വന്നാൽ കെൽവിൻ എടുക്കും. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വന്നാൽ മോളും, ലൂമിനസ് ഇൻറ്റൻസിറ്റി വന്നാൽ ക്യാൻഡിലും. അത് ആവശ്യമനുസരിച്ച് നമ്മൾ ഫിൽ ചെയ്തുകൊണ്ടിരിക്കും. അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് ഏതൊക്കെ വേണം ഡയമെൻഷനകത്ത്? M, L, T, where M stands for mass, L stands for length and T stands for time. M for mass. M ആരെയാ കാണിക്കുന്നത്? മാസിനെ. L ആരെയാ കാണിക്കുന്നത്? ലെങ്തിനെ. T ആരെയാ കാണിക്കുന്നത്? ടൈമിനെ. ഇവരുടെ പവറായിട്ടാണ് കോമൺലി നമ്മൾ ബാക്കിയുള്ളവരെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഫിൽ ചെയ്യും. ഓക്കെ. ഇതിനകത്തോട്ട് ഫിൽ ചെയ്യും. എൻ്റെ ബോക്സിനകത്തോട്ട് ഫിൽ ചെയ്യും. ആൻഡ് ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ M റൈസ് ടു X, L റൈസ് ടു Y, T റൈസ് ടു Z ഫോമിൽ നമ്മൾ ഇക്വേഷൻ എഴുതിയാൽ, യൂണിറ്റ് ഓഫ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എഴുതിയാൽ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ഡയമെൻഷണൽ ഇക്വേഷൻ. ഓക്കെ. ഓർ കോമൺലി ഡയമെൻഷൻ. അപ്പം മനസ്സിലായോ ഹൗ ടു ടേക്ക് ദ ഡയമെൻഷൻ? എന്താണ് ഡയമെൻഷൻ? എന്താണ് ഡയമെൻഷൻ അനാലിസിസ്? ക്ലിയർ ആണല്ലോ? വൺസ് മോർ. ദ പവേഴ്സ് ടു വിച്ച് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ റേസ്ഡ് to express the unit of a derived quantity. ഒരു derived ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് കാണിക്കാൻ വേണ്ടി ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ പവേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ പവേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് ദാറ്റ് മെത്തേഡ് ഇസ് കോൾഡ് ആസ് ദ ഡയമെൻഷൻ അനാലിസിസ് ആൻഡ് ദ ഇക്വേഷൻ ഇസ് കോൾഡ് ആസ് ഡയമെൻഷൻ. ക്ലിയർ? 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. 7ഉം നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് ഏതാണ്? M, L, T ആസ് their power. ഓക്കെ. ക്ലിയർ? പിന്നെ ആവശ്യം വരുന്നതനുസരിച്ച് ഓരോരുത്തരെ നമുക്ക് ടെമ്പറേച്ചർ വന്നാൽ കെൽവിൻ ഇട്ടോണം, കറണ്ട് വന്നാൽ ആംപിയർ ഇട്ടോണം, ആൻഡ് സോ ഓൺ. നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ. So we are going to write the equation, dimensional equation of some derived physical quantities. A lot of physical quantities ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിപ്പം തൽക്കാലം കുറേ physical quantities പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. 1 by 1. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? 1 by 1 ഇവിടെ കുറേ ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ക്വാണ്ടിറ്റി? ഏരിയ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഏരിയ? ഹൗ വി ആർ ഗോയിങ് ടു ടേക്ക് യൂണിറ്റ്? എങ്ങനെയാണ് യൂണിറ്റ് എഴുതുന്നത്? ഡയമെൻഷൻ എഴുതണമെങ്കിൽ ദ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദാറ്റ് നമുക്ക് തന്നിരിക്കുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തറിഞ്ഞിരിക്കണം? ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, തന്നിരിക്കുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. കുറേയൊക്കെ നമുക്കറിയാം അല്ലേ? 10th വരെ പഠിച്ചപ്പോഴത്തേക്ക് കുറേയൊക്കെ ഇക്വേഷൻസ് നമുക്കറിയാം. പക്ഷെ നമുക്കറിയാത്ത ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പോൾ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുമോ? ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ പ്രാക്ടിക്കലി പോസിബിൾ. ഇപ്പം +1 അങ്ങോട്ട് തുടങ്ങുന്ന ഈ ടൈമിൽ നമുക്കത് അങ്ങോട്ട് ബൈ ഹാർട്ട് ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇക്വേഷൻസ് അങ്ങോട്ട് തരാം. ബട്ട് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഈച്ച് ആൻഡ് എവറി ചാപ്റ്റർ, നമ്മൾ ഓരോ ചാപ്റ്റർ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് വി വിൽ ഗെറ്റ് ദ ന്യൂ ക്വാണ്ടിറ്റീസ്. ഇങ്ങനെ ഓരോ ക്വാണ്ടിറ്റീസ് കിട്ടിക്കൊണ്ടേയിരിക്കും. ആ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ശരിയല്ലേ? അന്നേരം അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് അണ്ടർസ്റ്റുഡ്, നമുക്ക് ബൈ ഹാർട്ടാവും. അറ്റ് ദാറ്റ് ടൈം ഇറ്റ് ബിക്കംസ് വെരി ഈസി. നമ്മൾ ആ ടോപ്പിക്ക് പഠിച്ചിട്ട് ആ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കി ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ ദ മെത്തഡ് ഓഫ് റൈറ്റിംഗ് ദിസ് ഡയമെൻഷൻ ബിക്കംസ് വെരി ഈസി. ഓക്കെ. ഇപ്പം പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് ആ ഇക്വേഷൻസ് ഒന്നും എല്ലാത്തിൻ്റെ ഒന്നും അറിയില്ല. കുറേയൊക്കെ അറിയാം, പക്ഷെ എല്ലാത്തിൻ്റെ ഒന്നും അറിയില്ല. അതുകൊണ്ട് ഇക്വേഷൻ അങ്ങോട്ട് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതനുസരിച്ച് ഹൗ ടു റൈറ്റ് ദ ഡയമെൻഷൻ നമ്മൾ അതാ നോക്കുന്നത്. തന്നിരിക്കുന്ന ഇക്വേഷൻ അനുസരിച്ച് ആ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ എങ്ങനെ എഴുതും, അതാണ് ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം ബോധറാവണ്ട, പേടിക്കണ്ട, അയ്യോ ഇത് ഏത് ക്വാണ്ടിറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണല്ലോ, ഇതിൻ്റെ ഇക്വേഷൻ ഞാൻ എങ്ങനെ അറിയും എന്നൊന്നും പേടിക്കണ്ട. ത്രൂ ഔട്ട് +1 ആൻഡ് +2 നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റീസ് പഠിക്കും. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വിത്ത് കോൺസെപ്റ്റ് പഠിച്ചു കഴിയുമ്പോൾ ഇക്വേഷൻ നമ്മൾ അങ്ങ് ബൈ ഹാർട്ടാവും. അന്നേരം ഡയമെൻഷൻ പഠിക്കാൻ ഇറ്റ് ഈസ് വെരി ഈസി. ഓക്കെ. സോ നൗ വി ആർ പ്രൊവൈഡിങ് ദ ഇക്വേഷൻസ് ഓൾസോ. അല്ലാതെ ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ? നമ്മൾ കൊച്ചുകുഞ്ഞുങ്ങളല്ലേ, പിന്നെ എങ്ങനെ ചെയ്യുന്നത്? സോ 1 by 1 നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഏരിയ. ഏരിയ ഞങ്ങൾക്ക് അറിയാം മിസ്, ശരിയല്ലേ? യെസ്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഏരിയ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്.
വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ ഏരിയ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ശരിയല്ല? അപ്പോൾ ഈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്ന ഏരിയയുടെ ഡയമെൻഷൻ നമ്മൾ എഴുതാൻ പോവാം. എങ്ങനെ എഴുതാൻ പോവാ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള എം, എൽ, ടി അവരുടെ പവറായിട്ട് എം റൈസ് ടു എക്സ്, എൽ റൈസ് ടു വൈ, ടി റൈസ് ടു ഇസഡ് ആയിട്ട് ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്. കണ്ടോ? ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് എഴുതാൻ പോവാം. 1 by 1 ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഓരോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻ നമ്മൾ ഈ ഫോമിൽ എഴുതാൻ പോവാം. എഴുതാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ഏരിയ. വാട്ട് ഈസ് ഏരിയ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതൊക്കെ നമുക്കറിയാം. സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ലെങ്ത് എന്ന് പറയുമ്പോൾ മാസിൻ്റെ എം ഇടുവോ, ലെങ്തിൻ്റെ എൽ ഇടുവോ, ടൈമിൻ്റെ ടി ഇടുവോ? നോ ഡൗട്ട് ലെങ്തിൻ്റെ എൽ തന്നെ ഇടും. ശരിയല്ലേ? ഇൻറ്റു ഓക്കെ, വേർ ഇസ് മൈ പെൻ? ഓക്കെ, ഇൻറ്റു